ഹലോ ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ 1872 ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഭാഗമായിരുന്ന ഒരു നിയമമുണ്ട്, സെയിൽസ് ഓഫ് ഗുഡ്സ്. അതായത് സാധനങ്ങൾ വിൽക്കുക വാങ്ങുക എന്നതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പറയുന്ന ഒരു ഏരിയ. 1930 വരെയും ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഭാഗമായിരുന്നു. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 73 മുതൽ 123 വരെയുള്ള സെക്ഷനുകളിലായിട്ടായിരുന്നു സെയിൽസ് ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സ് വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വിൽക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്, മെൻഷൻ ചെയ്തിരുന്നത്. പക്ഷേ കാലക്രമേണ 1930 എന്ത് ചെയ്തു, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് അത്രയും ഭാഗം റിപ്പീൽ ചെയ്ത് എടുത്തു കളഞ്ഞു. ശേഷം ആ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം പ്രത്യേകം ഒരു ആക്ട് കൊണ്ടുവന്നു, സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് സെയിൽസ് ഓഫ് ഗുഡ്സ്. സാധനങ്ങളും വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതൊരു ആക്ടിന്റെ ഭാഗമായിരുന്നാൽ അത്ര അധികം ശ്രദ്ധിക്കപ്പെടണമെന്നില്ല. അത്ര പ്രൊവിഷൻസ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായിട്ട് ഇലാബറേറ്റ് ചെയ്യാനും കൂടുതൽ പ്രൊവിഷൻസ് കൊണ്ടുവരാനും കൂടുതലായി ശ്രദ്ധിക്കപ്പെടാനും വേണ്ടി ആ ഒരു ഭാഗം ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് പുതിയ ഒരു ആക്ടായി 1930 രൂപീകരിച്ച് കൊണ്ടുവന്നത്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഭാഗമായിരുന്ന ആ ഒരു പ്രൊവിഷൻ ഇന്ന് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് 1930 എന്ന ഒരു ആക്ടായി 1930 ജൂലൈ 1 കെയിം ഇൻ ടു ഫോഴ്സ്, നിലവിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോ ഈ ഒരു ആക്ടിന്റെ അകത്ത് ആരാണ് ഗുഡ്സ് വാങ്ങുന്നയാള്, ആരാണ് ബയ്യർ, ആരാണ് സെല്ലർ, ഗുഡ്സ് വിൽക്കുന്ന ആള് ആരാണ്, എന്തൊക്കെയാണ്, എങ്ങനെയുള്ള കുറെ ഡെഫിനിഷൻസും കാര്യങ്ങളും തുടക്കം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് മേ ബി എസ് എ ടൈപ്പോ അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഏരിയയാണ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ. ഇതിൽ നിന്ന് എസ് എ ഷോർട്ട് എന്നത് മാത്രമല്ല പ്രോബ്ലം ക്വസ്റ്റ്യനും ചോദിക്കാം. പ്രോബ്ലം, എസ് എ, ഷോർട്ട് ക്വസ്റ്റ്യൻ, ഈ മൂന്ന് രീതിയിലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപോലെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ എന്നത്. ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ആ ഒരു വാക്കിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് ഒരു വീടുണ്ട്, അപ്പോ ഈ വീട് ഈ വീട് എന്റേതാണ്, എനിക്ക് അധികാരപ്പെട്ടതാണ്, ഇതിന്റെ ആധാരവും കാര്യങ്ങളൊക്കെ എന്റേലായിരിക്കും. സോ ഈ ഒരു എന്റെ ഓണർഷിപ്പിനെയാണ് ഈ ടൈറ്റിൽ എന്ന് പറയുക. ഈ ഓണർഷിപ്പിനെ അറിയിക്കുന്ന ഈ ആധാരങ്ങളും എന്റെ ഈ ഓണർഷിപ്പും ഇതെല്ലാം അടങ്ങുന്ന ആ ഒരു സംഭവത്തിനാണ് ടൈറ്റിൽ എന്ന് പറയുക. ഇത് ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. നെമോ ഡാറ്റ് ക്വോട്ട് നോൺ ഹാബിറ്റ്, സെക്ഷൻ 27 ഓഫ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടില് സെക്ഷൻ 27 പറയുന്നുണ്ട് നെമോ ഡാറ്റ് ക്വോട്ട് നോൺ ഹാബിറ്റ്. അതായത് ഒരാൾക്ക് എന്തൊരു ടൈറ്റിലാണോ ഒരു വസ്തുവിലുള്ളത് അതല്ലാതെ മറ്റൊന്നും മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്, നല്ലതുപോലെ ശ്രദ്ധിച്ചിരുന്ന കാര്യം മനസ്സിലാവും. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം. എന്റെ കയ്യിൽ മോഷ്ടിച്ച് കിട്ടിയ ഒരു മുതലുണ്ട്. ഞാൻ മോഷ്ടിച്ചെടുത്ത ഒരു മുതലാണ്. എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഒരു കാറ് മോഷ്ടിച്ചു. സോ എന്റെ കയ്യിലുള്ള കാറ് മോഷ്ടിച്ച മുതലാണ്, കട്ട മുതലാണ്. ദെൻ ഈ കാറ് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഷഹദ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഞാൻ മറിച്ച് വിൽക്കുകയാണ്. എന്ത് ചെയ്യുകയാണ്, സെല്ല് ചെയ്യുകയാണ്. എങ്കിൽ ഇവിടെ ഷഹദക്ക് ടൈറ്റിൽ ട്രാൻസ്ഫർ ആകുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഒരാൾക്ക് ഒറിജിനലി ഒരു വസ്തുവിൽ എന്ത് ടൈറ്റിലാണോ ഉള്ളത് അത് മാത്രമേ അയാൾക്ക് മറ്റൊരാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. കട്ട വസ്തുവിൽ എനിക്ക് ഒരു ടൈറ്റിലും ഇല്ല, എനിക്ക് ഒരു ഓണർഷിപ്പും ഇല്ല, കട്ടതാണ്, അത് ഒറിജിനൽ ഓണറിന്റെ മുതലാണത്. അപ്പൊ എനിക്ക് അതിനകത്ത് ഒരു ഓണർഷിപ്പും ഇല്ല, എനിക്കൊരു ടൈറ്റിലും ഇല്ലല്ലോ. അപ്പൊ ഞാനത് വിറ്റാൽ പോലും, ഷഹദ പൈസ തന്നിട്ടാണ് എന്റെ നിന്ന് വാങ്ങിച്ചതെങ്കിൽ പോലും, ഈ ഒരു കോൺട്രാക്റ്റിന്റെ അകത്ത് ഷഹദയുടെ വിഷയത്തിൽ ഒരു ടൈറ്റിലും ഇല്ല. അതായത് ഷഹദക്ക് വിറ്റതിന് ശേഷം ഒറിജിനൽ ഓണർ വന്നിട്ട് ഷഹദയുടെ കയ്യിൽ നിന്ന് ടൈറ്റിൽ ചോദിച്ചാൽ ഷഹദ എന്ത് ചെയ്യണം, അത് തിരികെ കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. കാരണം ഷഹദ ഹാസ് നോ ടൈറ്റിൽ. ബിക്കോസ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പറയുന്നുണ്ട്, ഒരാളുടെ കൈവശം എന്ത് ടൈറ്റിൽ ആണോ ഉള്ളത് അത് മാത്രമേ അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. കട്ട മുതലിൽ എനിക്ക് ഒരു ടൈറ്റിലും ഇല്ല. അപ്പൊ ടൈറ്റിൽ ഇല്ലാത്ത അവസ്ഥയിൽ പൈസ വാങ്ങിച്ചിട്ട് ഞാനിത് ഷഹദക്ക് തന്നു എന്നത് കൊണ്ട് മാത്രം ഇതിന്റെ ഓണർഷിപ്പ് ഷഹദക്ക് തന്നു എന്നാവില്ല. എനിക്ക് അതിൽ ടൈറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ആ ടൈറ്റിൽ ഇല്ലായ്മ തന്നെയാണ് ഞാൻ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്.
എന്റെ ഓണർഷിപ്പിലുള്ള സാധനമാണെങ്കിൽ ആ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ആകുമായിരുന്നു. ഇവിടെ എനിക്ക് ഓണർഷിപ്പ് ഇല്ല. അപ്പൊ എന്റെ കൈവശമുള്ളത് ടൈറ്റിൽ ഇല്ലായ്മയാണ്, അബ്സെൻസ് ഓഫ് ടൈറ്റിൽ ആണ്. അപ്പോൾ പൈസ തന്ന് ഞാനത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അബ്സെൻസ് ഓഫ് ടൈറ്റിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. അതായത് ഷഹദയുടെ കയ്യിലും ആ പ്രോപ്പർട്ടി ഷഹദയുടെ കയ്യിൽ നിൽക്കാൻ പാടില്ല. ഒറിജിനൽ ഓർഡർ വന്നാൽ ഷഹദ കൊടുക്കണം. പിന്നെ ഷഹദ എന്റെ നിന്ന് കാശ് കൊടുത്താണ് വാങ്ങിച്ചത് എങ്കിൽ എന്ത് ചെയ്യാം, ഷീ ക്യാൻ അപ്രോച്ച് ദി കോർട്ട് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്, അല്ലെങ്കിൽ ഞാൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്ത് എന്റെ നിന്ന് ആ കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാം എന്നതിലല്ലാതെ ആ ഒരു വസ്തു ഷഹദയുടെ കൈവശം വെക്കാനുള്ള അധികാരം ഷഹദക്കില്ല. ബിക്കോസ് ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ പറയുന്നുണ്ട്, നെമോ ഡാറ്റ് ക്വോട്ട് നോൺ ഹാബിറ്റ് സെക്ഷൻ 27 പറയുന്നുണ്ട്, ദി ജനറൽ റൂൾ റിലേറ്റിംഗ് ടു ദി ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ഓൺ സെയിൽ ഇസ് ദാറ്റ് ദി സെല്ലർ കനോട്ട് ട്രാൻസ്ഫർ ടു ദി ബയ്യർ ഓഫ് ഗുഡ്സ് ആസ് എ ബെറ്റർ ടൈറ്റിൽ ദാൻ ഹി ഹിംസെൽഫ് ഹാസ്. വിൽക്കുന്ന ആൾക്ക് ഒരിക്കലും വാങ്ങുന്നയാളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. എന്ത്? എ ബെറ്റർ ടൈറ്റിൽ, ഒരു വലിയൊരു ടൈറ്റിൽ അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ നല്ലൊരു ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. ദാൻ ഹി ഹിംസെൽഫ് ഹാസ്, അയാളുടെ കൈവശം ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഒരു പ്രോപ്പർട്ടിയുടെ പകുതി ഓണർഷിപ്പ് മാത്രമേ ഉള്ളൂ, ബാക്കി പകുതി വേറൊരാളുടേതാണ് എങ്കിൽ ഇവിടെ ഞാൻ അത് ട്രാൻസ്ഫർ ചെയ്താൽ എന്റെ ആ പകുതി ഓണർഷിപ്പ് മാത്രമേ അവിടെ പോകുള്ളൂ. ഓക്കെ, ഇത് എക്സെപ്ഷന്റെ അകത്ത് വരുന്ന ഒരു സംഭവമാണ്. ജോയിൻ ഓണേഴ്സ് വിൽക്കുന്ന സംഭവം, ജോയിൻ ഓണേഴ്സിന് അങ്ങനെ വിൽക്കാൻ പറ്റും. ഈ ഒരു എക്സാമ്പിൾ വിട്ടേക്ക്. എന്റെ കയ്യില് എന്താണ്, കട്ട മുതൽ തന്നെയാണ്. അപ്പൊ കട്ട മുതൽ എന്ന് പറയുമ്പോൾ എനിക്ക് സീറോ ടൈറ്റിൽ ആണ്, എനിക്ക് അതിനകത്ത് ഒരു ടൈറ്റിലും ഇല്ല. അപ്പൊ ഞാൻ വിൽക്കുമ്പോ ഷഹദ പൈസ തന്നിട്ടാണല്ലോ വാങ്ങിച്ചത്. അപ്പോ വാങ്ങിച്ച ആൾക്കൊരു ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നൊന്നുമില്ല. ഒരാളുടെ കൈവശം എന്ത് ടൈറ്റിലാണോ ഉള്ളത് അത് അയാൾ മറ്റൊരാളിലോട്ട് കൊടുക്കുമ്പോൾ ആ ടൈറ്റിൽ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ. എന്റെ ഓണർഷിപ്പ് ഇല്ലായ്മയായിരുന്നു കട്ട മുതല്. അപ്പൊ ഞാനത് വിറ്റാൽ പോലും, പൈസ വാങ്ങിച്ചിട്ടാണ് ഞാൻ അത് വിൽക്കുന്നതെങ്കിൽ പോലും ആ ഒരു സീറോ ഓണർഷിപ്പ്, സീറോ ടൈറ്റിൽ മാത്രമേ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ. ഒരാൾക്കും ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ, തന്റെ കൈവശം ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ ഒരാൾക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഇഫ് ദി ടൈറ്റിൽ ഇസ് ഓഫ് ദി സെല്ലർ ഇസ് ഡിഫക്റ്റീവ്, വിൽക്കുന്ന ആളുടെ ടൈറ്റിലിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ ദി ബയ്യേഴ്സ് ടൈറ്റിൽ വിൽ ഓൾസോ ബി സബ്ജക്ട് ടു ദി സെയിം ഡിഫക്റ്റ്. അതേ ഡിഫക്റ്റ് നമ്മുടെ ബയ്യറിനും ഉണ്ടാവും. വിൽക്കുന്ന ആള് കട്ട മുതലാണെങ്കിൽ വാങ്ങുന്ന ആളും അത് കട്ട മുതൽ തന്നെയാണ്. ഈവൻ ദോ വാങ്ങുന്ന ആൾക്ക് അത് അറിയില്ല എങ്കിൽ പോലും, പിന്നീടാണ് അറിയുന്നതെങ്കിൽ നടപടിയും കേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ആ സാധനം ഒറിജിനൽ ഓണറിന് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇതാണ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 27 പറയുന്നത്. Section 27 lays down to the same effect and provisions that where goods are sold by one person, ഒരു സാധനം ഒരാൾ വിൽക്കുമ്പോൾ ഹു ഇസ് നോട്ട് ദി ഓണർ, ഒരു ഓണർ അല്ലാത്ത ഒരാളാണ് വിൽക്കുന്നതെങ്കിൽ ദെയർ ഓഫ് ആൻഡ് ഹു ഡസ് നോട്ട് സെൽ ദം അണ്ടർ ദി അതോറിറ്റി, ഒരാൾ ഓണറും അല്ല അതേപോലെ തന്നെ വിൽക്കാനുള്ള അധികാരം ഇല്ലാത്ത ഒരാളുമാണ്, ഓർ വിത്ത് ദി കൺസെന്റ് ഓഫ് ദി ഓണർ, ദി ബയ്യർ അക്വേഴ്സ് നോ, ബയ്യറിന്റെ വിൽക്കുന്ന ആളുടെ കൺസെന്റ് ഇല്ലാതെയോ അല്ലെങ്കിൽ അതോറിറ്റി ഇല്ലാതെയോ ആണ് ഒരാൾ വിൽക്കുന്നതെങ്കിൽ ദി ബയ്യർ അക്വേഴ്സ് നോ ബെറ്റർ ടൈറ്റിൽ ടു ദി ഗുഡ്സ് ദാൻ ദി സെല്ലർ ഹാഡ്. അതെ, സെല്ലറിന് എന്താണോ ആ ഒരു ഗുഡ്സിൽ ഉണ്ടായിരുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈറ്റിലും ബയ്യറിന് കിട്ടൂല. ബയ്യർ പൈസ കൊടുത്താണ് വാങ്ങിയത് എങ്കിൽ പോലും, ഞാൻ പൈസ കൊടുത്താണല്ലോ വാങ്ങിച്ചത്, അതുകൊണ്ട് അവൻ കട്ട മുതലാണെങ്കിലും എനിക്കതൊന്നും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിൽക്കുന്ന ആൾക്ക് എന്ത് ടൈറ്റിലാണോ ഉള്ളത് അത് മാത്രമേ വാങ്ങുന്ന ആൾക്കും കിട്ടുള്ളൂ. വിൽക്കുന്ന ആൾക്കൊരു ഓണർഷിപ്പ് ഇല്ല എങ്കിൽ വാങ്ങുന്ന ആൾക്കും അതിൻ്റെ അകത്ത് ഒരു ഓണർഷിപ്പ് ഉണ്ടാവില്ല. നമുക്കത് സ്യൂട്ട് ഫയൽ ചെയ്ത് കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കുക എന്ന് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ. ദിസ് റൂൾ ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദി മാക്സിം നെമോ ഡാറ്റ് ക്വോട്ട് നോൺ ഹാബിറ്റ്. ഈ ഒരു കാര്യമാണ് നെമോ ഡാറ്റ് ക്വോട്ട് നോൺ ഹാബിറ്റ് എന്ന് പറഞ്ഞ മാക്സിമിന്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. വിച്ച് മീൻസ് ദാറ്റ് നോ വൺ ക്യാൻ ഗിവ് വാട്ട് ഹി ഹാസ് നോട്ട് ഗോട്ട്. ഒരാളുടെ കൈവശം ഇല്ലാത്തത് ഒരാൾക്കും കൊടുക്കാൻ പറ്റൂല എന്നാണ് ഈ മാക്സിമി പറയുന്നത്. ദാറ്റ് മീൻസ് എ സെല്ലർ കനോട്ട് കൺവേ എ ബെറ്റർ ടൈറ്റിൽ ദാൻ ദാറ്റ് ഓഫ് ഹിസ് ഓൺ. ഒരാളുടെ കൈവശം ഇല്ലാത്തതിനേക്കാൾ കൂടുതൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ പറ്റൂല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്ഷൻ 27 ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞ ഭാഗത്ത് നോക്കുന്നത്. തീർന്നില്ല. ഈ ഒരു റൂളിന് ഒരുപാട് എക്സെപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. ഇതൊരു ജനറൽ റൂളാണ്. ഒരാളുടെ കൈവശമുള്ള ആ ഒരു സംഭവം മാത്രമേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുള്ളൂ. അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഞാന് മിസ്സസ് ഫാത്തിമയുടെ ഒരു ഏജന്റ് ആണ്. അപ്പൊ ഫാത്തിമ എൻ്റെ കയ്യിൽ ഒരു കാറ് തന്നിട്ട് വിൽക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു? കാറ് വിറ്റു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് കാറ് വിറ്റ ആള് ഞാനാണല്ലോ. അപ്പോ എനിക്ക് ഇതിന്റെ അകത്ത് ഒരു ടൈറ്റിൽ ഇല്ല ശരിക്കും. കാറ് ഓണർ ഫാത്തിമയാണ്, പക്ഷെ വിറ്റത് ഞാനാണല്ലോ.
അപ്പൊ സെല്ലറിന്റെ ടൈറ്റില് ബയ്യറിന് കിട്ടുള്ളൂ എന്ന് പറയുന്ന റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഈ വിറ്റാള് ഏജന്റ് ആയതുകൊണ്ട് ഏജന്റിന് ടൈറ്റിൽ ഒന്നും ഇല്ല. അപ്പൊ വാങ്ങുന്ന ആൾക്കും ടൈറ്റിൽ ഇല്ലായ്മ തന്നെയാണോ കിട്ടുന്നത് എന്നൊരു സംശയമൊക്കെ വരാം. യെസ്, ഇത്തരം സംശയങ്ങൾ പരിഹരിക്കപ്പെടുന്നത് താഴെയുള്ള എക്സെപ്ഷൻസ് നോക്കുമ്പോഴാണ്. ഈ എക്സെപ്ഷൻസിന്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെയൊന്നും ഈ ഒരു റൂള് അപ്ലിക്കബിൾ അല്ല. വിച്ച് മീൻസ് വിൽക്കുന്ന ആൾക്ക് ആ ഒരു ടൈറ്റിൽ ഇല്ല എങ്കിൽ പോലും വാങ്ങുന്ന ആൾക്ക് ടൈറ്റിൽ കിട്ടും. ജനറൽ ആയിട്ട് പറഞ്ഞത് കിട്ടൂല എന്നാണ്. ഇനി കിട്ടുന്ന മേഖലകളുണ്ട്. വിൽക്കുന്ന ആൾക്ക് ടൈറ്റിൽ കൃത്യമായി ഇല്ല എങ്കിൽ പോലും വാങ്ങുന്ന ആൾക്ക് ടൈറ്റിൽ കിട്ടുന്ന ഏരിയാസ് ഉണ്ട്. അതാണ് നമ്മൾ സെക്ഷൻ 27ന്റെ എക്സെപ്ഷൻസിലായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത്തെ എക്സെപ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ എക്സെപ്ഷനിൽ പറയുന്നത് ഇൻ ദി ഫോളോയിങ് സ്കിനാരിയോസ് എ നോൺ ഓണർ ഓഫ് ഗുഡ്സ് ക്യാൻ ട്രാൻസ്ഫർ എ ബെറ്റർ ടൈറ്റിൽ ടു ദി ബയ്യർ. അതെ, നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയ എന്താ, ഒരു സെല്ലറിന് ബെറ്റർ ടൈറ്റിൽ എന്താണുള്ളത് അത് മാത്രമേ ബയ്യറിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ബെറ്റർ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല, ബയ്യറിന് അങ്ങനെ കിട്ടൂല. പക്ഷെ കിട്ടും എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തതാണ് സെയിൽ ബൈ എ മെർക്കന്റൈൽ ഏജന്റ്. അതെ, മെർക്കന്റൈൽ ഏജന്റ് എന്താണെന്ന് നമ്മൾ ഏജൻസി ആക്ട് അല്ല, ഏജൻസിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസ് പഠിച്ചപ്പോൾ അവിടെ മെൻഷൻ ചെയ്തു പോയായിരുന്നു മെർക്കന്റൈൽ ഏജന്റ് എന്നാൽ ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത്. മെർക്കന്റൈൽ ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കച്ചവടവുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും വേണ്ടി ഒരു മാസ്റ്റർ ഒരു ഏജന്റിനെ പണി കൊടുത്ത് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഏജന്റിനെയാണ് മെർക്കന്റൈൽ ഏജന്റ് എന്ന് വിളിക്കുക. മെർക്കന്റുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഏജന്റ്. കൺസിഡർ എ മെർക്കന്റൈൽ ഏജന്റ് ഹു ഈസ് ഇൻ പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ഓർ എ ഡോക്യുമെന്റ് ടു ദി ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് വിത്ത് ദി കൺസെന്റ് ഓഫ് ദി ഓണർ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരു ഏജന്റ്, കച്ചവടവുമായി ബന്ധപ്പെട്ട ഏജന്റ് ഓണറിന്റെ അനുവാദത്തോടു കൂടി എന്ത് ചെയ്യണേണ്, ഒരു ഡോക്യുമെന്റ്, ഒരു സാധനം തന്റെ കൈവശം വെച്ചേക്കുവാണ് വിൽക്കാൻ വേണ്ടി. സച്ച് ആൻ ഏജന്റ് ക്യാൻ സെൽ ദി ഗുഡ്സ് വെൻ ആക്ടിംഗ് ഇൻ ദി ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് എ മെർക്കന്റൈൽ ഏജന്റ്. ആ മെർക്കന്റൈൽ ഏജന്റ് ആയിരിക്കുന്ന സമയത്തെടുത്തോളം അയാൾക്ക് ആ ഗുഡ്സ് വിൽക്കാം. ദി സെയിൽ ഷാൾ ബി വാലിഡ് പ്രൊവൈഡഡ് ദാറ്റ് ദി ബയ്യർ ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആസ് നോ റീസൺ ടു ബിലീവ് ദാറ്റ് ദി സെല്ലർ ഡസ് നോട്ട് ഹാവ് എനി റൈറ്റ് ടു സെൽ. ബയ്യറിന് ഇങ്ങനെയുള്ള ഏജന്റിന്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ബയ്യറിന് ആ ടൈറ്റിൽ കിട്ടും. ഇനി ചില സിറ്റുവേഷൻസ് ഉണ്ട്, ഏജന്റിന് അങ്ങനെ റൈറ്റ് ഇല്ല എന്ന് ബയ്യറിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഒഴികെ, അങ്ങനെയുള്ള നോർമൽ എല്ലാ സർക്കംസ്റ്റൻസസിലും ഒരു ഏജന്റ് വിൽക്കുമ്പോൾ എന്ത് ചെയ്യാം, ഒരു മെർക്കന്റൈൽ ഏജന്റ് ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സാധനം വാങ്ങാം. അപ്പോ ഇൻഫാക്ട് മെർക്കന്റൈൽ ഏജന്റിന്റെ കയ്യിൽ ശരിക്കും ഒരു ഓണർഷിപ്പ് ഉണ്ടാവില്ല, ആ ഒരു ടൈറ്റിൽ ഉണ്ടാവില്ല. എങ്കിൽ പോലും വാങ്ങുന്ന ആൾക്ക് ആ ടൈറ്റിൽ കിട്ടും. ഇതൊരു എക്സെപ്ഷനിൽ വരുന്ന സിറ്റുവേഷൻ ആണ്. ഇവിടെ ബെറ്റർ ടൈറ്റിൽ കിട്ടും. ബെറ്റർ ടൈറ്റിൽ ജനറലി കൊടുക്കൂല, സെല്ലറിനേക്കാൾ ബെറ്റർ ടൈറ്റിൽ ബയ്യറിന് കിട്ടൂല എന്നാണ് നമ്മൾ പ്രൊവിഷൻസി പറഞ്ഞത്. പക്ഷെ ഇതൊരു എക്സെപ്ഷൻ ആണ്. മെർക്കന്റൈൽ ഏജന്റ് വിറ്റാൽ പോലും മെർക്കന്റൈൽ ഏജന്റിന്റെ ആ ഒരു അധികാര ഇല്ലായ്മ മാത്രമല്ല ബയ്യറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്, ആ ഒരു ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ബിക്കോസ് മെർക്കന്റൈൽ ഏജന്റിന്റെ വിഷയത്തിൽ എക്സെപ്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഒന്നാമത്തെ എക്സെപ്ഷൻ ഇതാണ്. രണ്ടാമത്തെ എക്സെപ്ഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ ബൈ വൺ ഓഫ് ദി ജോയിന്റ് ഓണേഴ്സ്. ഒരു പ്രോപ്പർട്ടിയിൽ ഒന്നിലധികം ഓണർമാരുണ്ടെങ്കിൽ അതിലെ ഒരു ഓണറിന് എന്ത് ചെയ്യുക, അതിലെ ഒരു ഓണറിന് വിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. സെക്ഷൻ 28 പറയുന്നുണ്ട് സെയിൽ ബൈ വൺ ഓഫ് ദി ജോയിന്റ് ഓണേഴ്സ്. അതായത് ഒരു പ്രോപ്പർട്ടിയിൽ 4 ഓണേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഒരാള് മാത്രമായിട്ട് പ്രോപ്പർട്ടി വിൽക്കണേ. ഇപ്പൊ ഞങ്ങൾ 3 പേരും പറയുന്നത് എടാ നീ വിറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് മാത്രമായിട്ട് അതിന്റെ സെല്ല് നടത്താം. അപ്പൊ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അയാൾക്കൊരു 1/4 അധികാരം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ വാങ്ങുന്ന ആൾക്ക് 1/4 മാത്രം കിട്ടുകയുള്ളൂ, ബാക്കിയുള്ള കിട്ടൂലേ എന്നൊരു സംശയം തോന്നാം. ഇതൊരു എക്സെപ്ഷൻ ആണ്. ജോയിന്റ് ഓണേഴ്സ് ആയിട്ടുള്ള ഓണേഴ്സിൽ ഏതെങ്കിലും ഒരാൾ വിറ്റാൽ പോലും മൊത്തത്തിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇവിടെ മറ്റേ റൂൾ അപ്ലിക്കബിൾ അല്ല. മെനി ടൈംസ് goods are purchased in joint ownership. In many cases, the goods are kept in the possession of one of these joint owners by the permission of the other owners. ഗുഡ്സ് വാങ്ങലും വിൽക്കലൊക്കെ കൂടുതലും ജോയിന്റ് ഓണേഴ്സിലെ ഒരാളുടെ പേരിലായിരിക്കും എപ്പോഴും ട്രാൻസ്ഫർ ഒക്കെ നടത്തുന്നതും വാങ്ങുന്നതും ഒക്കെ. അപ്പൊ മറ്റുള്ള ഓണേഴ്സിന്റെ അനുവാദത്തോടു കൂടിയാണെങ്കിൽ ഒരു ഓണറിന് വിൽക്കാം. അതുകൊണ്ട് ബെറ്റർ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇവിടെ പെടൂല എന്ന ജനറൽ റൂൾ ഇവിടെ അപ്ലിക്കബിൾ അല്ല. If this person sells the goods, the property in the goods is transferred to the buyer. This is provided that buyer acts in good faith and has no reason to believe that the seller does not have a right to sell the goods. അതെ, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ വാങ്ങുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം വാങ്ങിച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ കിട്ടും.
ജോയിൻ ഓണർ ആയിട്ടുള്ള അയാളുടെ ആ ഒരു ഷെയർ മാത്രമല്ല, മുഴുവനായിട്ടുള്ള ആ ഒരു ഓണർഷിപ്പ് തന്നെ കിട്ടുന്നതാണ്. ഇതാണ് നമ്മൾ രണ്ടാമത്തെ എക്സെപ്ഷനിൽ നോക്കുന്നത്, ജോയിൻ ഓണേഴ്സിന്റെ സെയിൽ. ഇവിടെയും ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ എന്ന് പറഞ്ഞ റൂള് അപ്ലിക്കബിൾ അല്ല. മൂന്നാമത്തത്, സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. വോയിഡബിൾ കോൺട്രാക്ട് ആയിരിക്കെ ഒരാളുടെ കൈവശം ഒരു ഗുഡ്സ് ഉണ്ട് എങ്കിൽ അയാൾ വിറ്റാലും ആ കോൺട്രാക്ട് വാലിഡ് ആണ്. അവിടെയും ടോട്ടലി ടൈറ്റിൽ ട്രാൻസ്ഫർ ആവും. വോയിഡബിൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്ഷൻ 15 മുതൽ കുറച്ച് കാര്യങ്ങൾ നോക്കിയായിരുന്നു. കോവേഴ്ഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, അതേപോലെ മിസ്റെപ്രസെന്റേഷൻ. ഈ പറയപ്പെട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഒരു കോൺട്രാക്ട് നടക്കുന്നതെങ്കിൽ വോയിഡബിൾ ആണെന്ന് അറിയാം നമുക്ക്. ഞാനിപ്പോ ഒരാളെ പറ്റിച്ചു, നല്ല മൈലേജ് കിട്ടും എന്ന് പറഞ്ഞ കാറാണെന്ന് പറഞ്ഞ ഒരാളെ പറ്റിച്ചു. മൈലേജ് കിട്ടാത്ത കാറാണത്, വാങ്ങിച്ച ആൾക്കത് മനസ്സിലായി മൈലേജ് കിട്ടാത്ത കാറാണ്. ദെൻ ദിസ് കോൺട്രാക്ട് ഇസ് വോയിഡബിൾ. അതായത് അവർക്ക് തീരുമാനിക്കാം വാലിഡ് ആക്കണോ വേണ്ടയോ എന്നത്. അപ്പൊ ഇങ്ങനെ ഇരിക്കെ വോയിഡബിൾ കോൺട്രാക്ടിന്റെ അകത്തായിരിക്കെ എന്തായാലും ഈ കോൺട്രാക്ട് എന്ത് ചെയ്യും, അയാള് വാലിഡ് ആക്കാനും വോയിഡ് ആക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഈ കോൺട്രാക്ട് ഇതുവരെയും വാലിഡ് ആയിട്ടില്ല. നമുക്ക് പൈസ തന്നിട്ടുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും ഫ്രോഡുലന്റ്ലി ആണ് നമ്മൾ ഈ കോൺട്രാക്ട് നടത്തിയതെങ്കിൽ അത് വോയിഡബിൾ ആണ്. അപ്പൊ വോയിഡബിൾ കോൺട്രാക്ട് ആയിരിക്കെ ഒരു പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ അകത്തുള്ള ഇപ്പൊ ഞാനാണ് വിറ്റതെങ്കിൽ എന്തായാലും ചിലപ്പോൾ അവൻ അത് വാലിഡ് ആക്കും, ചിലപ്പോൾ വോയിഡ് ആക്കും. വാലിഡ് ആക്കിയാലേ ആ ഒരു കോൺട്രാക്റ്റോടെ വാലിഡ് ആവുള്ളൂ. അതിന് മുന്നോടിയായിട്ട് അതിന് മുമ്പേ തന്നെ എനിക്ക് ഈ ഒരു സാധനം വേറെ ആൾക്ക് വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഒരാൾക്ക് വിറ്റു, അപ്പൊ പിന്നെ എനിക്ക് വിൽക്കാൻ പാടില്ല എന്നതാണ് ജനറൽ റൂള്. പക്ഷെ ഇവിടെ കോൺട്രാക്ട് വോയിഡബിൾ ആണ്, അത് വാലിഡ് ആയിട്ടില്ല. അപ്പൊ വാലിഡ് ആക്കുന്നതിന് മുമ്പ് എപ്പോ വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാം, ഈ സാധനം വിൽക്കാം. അങ്ങനെ വിറ്റാൽ അപ്പോ എന്റെ കൈവശം ഇല്ലാത്തൊരു സാധനമാണല്ലോ എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ പോവാതിരിക്കൂല. വോയിഡബിൾ കോൺട്രാക്ട് മറ്റേ ആള് വോയിഡോ വാലിഡോ ആക്കുന്നതിന് മുന്നേ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. കൺസിഡർ എ പേഴ്സൺ, സെക്ഷൻ 29 പറയുന്നുണ്ട്, ഒരാള് അക്വേഴ്സ് പൊസഷൻ ഓഫ് സർട്ടിൻ ഗുഡ്സ് അണ്ടർ എ കോൺട്രാക്ട് വോയിഡബിൾ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് കോവേഴ്ഷൻ, മിസ്റെപ്രസെന്റേഷൻ, ഫ്രോഡ് ഓർ അൺഡ്യൂ ഇൻഫ്ലുവൻസ്. ഈ പറയപ്പെട്ടതിൽ ഏതെങ്കിലും ഒരു റീസൺ കാരണം ഒരാളുടെ കോൺട്രാക്ട് വോയിഡബിൾ ആയിപ്പോയി. ഇഫ് ദിസ് പേഴ്സൺ സെൽസ് ദി ഗുഡ്സ് ബിഫോർ ദി കോൺട്രാക്ട് ഇസ് ടെർമിനേറ്റഡ് ബൈ ദി ഒറിജിനൽ ഓണർ. അത് വാങ്ങിച്ച ആള് വാലിഡ് ആക്കുന്നതിന് മുന്നേ വിറ്റാൾ എന്ത് ചെയ്തു, ഇത് വേറൊരാൾക്ക് മറിച്ച് വിറ്റ, ദെൻ ദി ബയേഴ്സ് അക്വയർസ് എ ഗുഡ് ടൈറ്റിൽ ടു ദി ഗുഡ്സ്. ആ വാങ്ങുന്ന ആൾക്ക് നല്ല ടൈറ്റിൽ തന്നെ കിട്ടും. അപ്പൊ മറ്റേ ആൾക്ക് വിറ്റതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പൊ പുതുതായിട്ട് വാങ്ങുന്ന ആൾക്ക് ടൈറ്റിൽ കിട്ടാതിരിക്കുകയൊന്നുമില്ല. കാരണം മറ്റേ ആൾക്ക് വിറ്റതാണെങ്കിൽ പോലും ആ കോൺട്രാക്ട് അവിടെ വാലിഡ് ആയിട്ടില്ല. വാലിഡ് ആയെങ്കിലല്ലേ ഉള്ളൂ. പിന്നെ വാലിഡ് ആക്കി കഴിഞ്ഞാൽ അയാൾ വാലിഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും നടക്കൂല. അപ്പൊ വാലിഡ് ആക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, വോയിഡബിൾ കോൺട്രാക്ട് ആയിരിക്കെ പൊസഷനിലുള്ള ആൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം മറിച്ച് വെക്കാം. അങ്ങനെ വിറ്റാലും അവിടെ ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അവിടെയും എന്ത് ചെയ്യാൻ പറ്റൂല, ബെറ്റർ ടൈറ്റിൽ ഇല്ലായ്മ ട്രാൻസ്ഫർ ആവപ്പെടൂല. ഉദാഹരണത്തിന് പീറ്റർ ഫ്രോഡുലന്റ്ലി ഒബ്സ്റ്റെയിൻസ് എ ഗുഡ് ഡയമണ്ട് റിംഗ് ഫ്രം ഒലിവ. പീറ്റർ എന്ത് ചെയ്തു, പറ്റിച്ചിട്ട് ഒലിവയുടെ കയ്യിൽ നിന്നിട്ട് ഒരു ഒരു സ്വർണത്തിന്റെയും ഡയമണ്ട് റിംഗ് എടുത്തെടുത്തു. ഫ്രോഡുലന്റ്ലി ആയിട്ടാണ് പിടിച്ചു വാങ്ങിയത്. എന്നിട്ട് പൈസ കൊടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു സ്വർണം വാങ്ങിച്ചു. അവരെ പറ്റിച്ചു, അത് മുക്കുകൊണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവരെ വിശ്വസിച്ചിട്ടാണ് അത് വിറ്റത്. അപ്പൊ ഇത് നല്ലൊരു ഡയമണ്ട് ആയിരുന്നു. അപ്പൊ ഇത് കിട്ടിയതിന് ശേഷം അയാൾക്ക് അവരെ പറ്റിക്കപ്പെട്ടേക്കാണല്ലോ, അവർക്ക് എപ്പോ വേണമെങ്കിലും ഈ കോൺട്രാക്ട് വോയിഡ് ആക്കാം, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് അസ്ഥിരപ്പെടുത്തി കളയാം. പക്ഷെ അത് ചെയ്യുന്നതിന് മുമ്പ് ഒലിവ ക്യാൻ വോയിഡ് ദി കോൺട്രാക്ട് വെനെവർ ഷി വാണ്ട്സ്. എപ്പോ വേണമെങ്കിലും അവർക്ക് അത് വോയിഡ് ആക്കാമായിരുന്നു. ബിഫോർ ഷി റിയലൈസസ് ദി ഫ്രോഡ്. അവരത് മനസ്സിലാക്കുന്നതിന് മുന്നേ തന്നെ പീറ്റർ സെൽസ് ദി റിംഗ് ടു ജൂലിയ. പീറ്റർ എന്ത് ചെയ്തു, ഈ വാങ്ങിച്ച റിംഗ് മറിച്ച് ജൂലിയക്ക് വിറ്റ് കഴിഞ്ഞാൽ ആൻ ഇന്നസെന്റ് ബയർ, വാങ്ങിച്ച ആൾ ഇന്നസെന്റ് ആണ് എങ്കിൽ ഇൻ ദിസ് കേസ് ഒലിവ കനോട്ട് റിക്കവർ ദി റിംഗ് ഫ്രം ജൂലിയ സിൻസ് ഹി ഡസ് നോട്ട് വോയിഡ് ദി കോൺട്രാക്ട് ബിഫോർ ദി സെയിൽ വാസ് മെയ്ഡ്. അതെ, ഈ കോൺട്രാക്ട് വോയിഡ് ആക്കാത്തതിന് മുന്നേ നടത്തിയ ഒരു കോൺട്രാക്ട് ആയതുകൊണ്ട് ജൂലിയയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റൂല. ജൂലിയക്ക് ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ പോകും. റെമഡീസ് കിട്ടും, കോടതിയെ സമീപിച്ചിട്ട് കോമ്പൻസേഷൻ ഒക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പോലും ആ സാധനം തിരികെ എടുക്കാൻ ഇനി പറ്റൂല. വോയിഡബിൾ കോൺട്രാക്റ്റിലായിരിക്കെ ഒരാളുടെ കയ്യിൽ പൊസഷൻ ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ആ സാധനം വേറൊരാൾക്ക് മറിച്ച് വിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അവിടെ വോയിഡബിൾ കോൺട്രാക്ട് ആണ്, അപ്പൊ ഓൾറെഡി ഒരു നടന്ന കോൺട്രാക്ട് ആണല്ലോ, അപ്പൊ ഒരു ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയില്ലല്ലോ എന്നൊരു സംശയം അവിടെ വേണ്ട. ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ അവിടെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് എന്ന കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുക. ഇതാണ് സെക്ഷൻ 29 പറയുന്നത്.
നെക്സ്റ്റ് വൺ ഇസ് സെയിൽ ബൈ എ പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി സോൾഡ് ദി ഗുഡ്സ് ബട്ട് കണ്ടിന്യൂസ് ടു ഹാവ് പൊസഷൻ. ഒരാള് ഒരു സാധനം വിറ്റ് കഴിഞ്ഞിട്ടും അയാളുടെ കയ്യിൽ ആ പൊസഷൻ ഉണ്ട് എങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാം, അയാള് അയാള് ആ സാധനം വേറൊരാൾക്ക് വിറ്റാലും ആ വാങ്ങിക്കുന്ന ആൾക്ക് ആ ടൈറ്റിൽ തന്നെ കിട്ടും. അപ്പൊ ഇവിടെ പൊസഷനും സെല്ലിങ്ങും ഒരുമിച്ച് നടന്നാൽ മാത്രമേ പിന്നെ അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല എന്ന റൂൾ ഉള്ളൂ. ഒരു സാധനം വിറ്റു പക്ഷെ പൊസഷൻ കൊടുത്തിട്ടില്ല. ഡൽഹിയിൽ നിന്ന് ഒരാൾ എനിക്ക് പൈസ അയച്ചു ഇവിടെ നിന്ന് ഒരു ബൈക്ക് കയറ്റി അയക്കാൻ, പക്ഷെ ബൈക്ക് ഞാൻ കയറ്റി അയച്ചിട്ടില്ല, പൈസ എനിക്ക് കിട്ടിയെന്നുള്ളൂ. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം, ബൈക്ക് കയറ്റി അയക്കുന്നതിന് മുമ്പ് ബൈക്ക് എന്റെ പൊസഷനിൽ തന്നെ ഉണ്ടെങ്കിൽ എനിക്കിത് വേറൊരാൾക്ക് വിൽക്കാം. വിറ്റ് കഴിഞ്ഞാൽ ആ വാങ്ങുന്ന ആൾക്ക് ബെറ്റർ ടൈറ്റിൽ പോകും, അയാൾക്ക് ഓണർഷിപ്പ് തന്നെ പോകും. പക്ഷെ എനിക്കെതിരെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ പറ്റും കേട്ടോ. ആരെയാണോ ഞാൻ പറ്റിച്ചത് അയാൾക്ക് എനിക്കെതിരെ സ്യൂട്ടൊക്കെ ഫയൽ ചെയ്യാം. പക്ഷെ ഈ കേസിന്റെ അകത്ത് ബെറ്റർ ടൈറ്റിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പൊ ഒരാളുടെ കയ്യിൽ ഓൾറെഡി ഒരു ഗുഡ്സ് സോൾഡ് ചെയ്തതാണ്, പക്ഷെ അയാളുടെ കയ്യിൽ തന്നെയാണ് പൊസഷൻ. സെക്ഷൻ 30 ക്ലോസ് 1 പറയുന്നുണ്ട്, കൺസിഡർ എ പേഴ്സൺ ഹു ഹാസ് സോൾഡ് ഗുഡ്സ് ബട്ട് കണ്ടിന്യൂസ് ടു ബി ഇൻ പൊസഷൻ ഓഫ് ദം ഓർ ഓഫ് ദി ഡോക്യുമെന്റ്സ് ഓഫ് ദി ടൈറ്റിൽ ടു ദം. ഒരാൾ സാധനം വിറ്റെങ്കിൽ പോലും ആ സാധനത്തിന്റെ ഡോക്യുമെന്റ്സും പൊസഷനും അയാളുടെ കൈവശമാണെന്ന് വിചാരിക്കുക. ദിസ് പേഴ്സൺ മൈറ്റ് സെൽ ദി ഗുഡ്സ് ടു അനദർ ബയർ. ചിലപ്പോ ഇയാള് ഈ സാധനം വേറൊരാൾക്ക് വിൽക്കാൻ ചാൻസ് ഉണ്ട്, വിൽക്കുമായിരിക്കാം. ഇഫ് ദി ബയ്യർ ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്, ഇനി ബയ്യർ ഇത് വാങ്ങുന്നത് ഗുഡ് ഫെയ്ത്തിലാണ്, ഇതിങ്ങനെ ഓൾറെഡി ഒരാൾക്ക് വിറ്റു എന്ന അറിവോടുകൂടിയല്ല, ഇത് വിറ്റിട്ടില്ല എന്നൊരു ഗുഡ് ഫെയ്ത്തില് ആൻഡ് ഇസ് അൺഅവെയർ ഓഫ് ദി ഏർലിയർ സെയിൽ, ഇതും വേറെ ഓൾറെഡി ഒരാൾക്ക് സെയിൽ ചെയ്തതാണെന്നുള്ള കാര്യം അറിയാതെയാണ് ബയ്യർ വാങ്ങുന്നതെങ്കിൽ, അറിഞ്ഞിട്ടാണെങ്കിൽ ശരിയാവൂല കേട്ടോ, അറിയാതെയാണ് ബയ്യർ ഇത് വാങ്ങുന്നതെങ്കിൽ ദെൻ ഹി വിൽ ഹാവ് എ ഗുഡ് ടൈറ്റിൽ ടു ദി ഗുഡ്സ്. ആ ബയ്യറിന് എന്ത് കിട്ടും, ഗുഡ് ടൈറ്റിൽ കിട്ടും. അപ്പൊ ഇവിടെ ഓൾറെഡി സെയിൽ നടന്നതാണല്ലോ എന്ന് പറഞ്ഞതുകൊണ്ട് ബയ്യറിന് ടൈറ്റിൽ കിട്ടാതിരിക്കൂല. ഓൾറെഡി സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും പൊസഷൻ പോയിട്ടില്ല എങ്കിൽ വാങ്ങുന്ന ആൾക്ക് ആ ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെ കിട്ടും. ഇവിടെയും നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിലിന്റെ ആ റൂള് ബാധകമല്ല എന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. ഇതാണ് 4ാമത്തെ എക്സെപ്ഷൻ. 5ാമത്തെ എക്സെപ്ഷൻ ആണ് sale by buyer obtaining possession before the property in the goods has vested in him. ഒരാൾക്ക് പൊസഷൻ കിട്ടി പക്ഷെ അയാളുടെ കയ്യിൽ കൃത്യമായ ഗുഡ്സ് കിട്ടിയിട്ടില്ല, ഓണർഷിപ്പ് ഒക്കെ കിട്ടി. ഉദാഹരണത്തിന് ഞാൻ ഓൾറെഡി എന്ത് ചെയ്തു, ഡൽഹിയിലുള്ള ഒരു സാധനം വിളിച്ചു പറഞ്ഞ് ഞാൻ വാങ്ങിച്ചു. അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എൻ്റെ കിട്ടി, കാറിന്റെ പേപ്പറും കാര്യങ്ങളും, ഒരു കാറാണ് ഞാൻ വാങ്ങിച്ചത്, കാറിന്റെ ഡോക്യുമെന്റ്സ് ഒക്കെ എൻ്റെ കിട്ടി, കാറ് കിട്ടിയിട്ടില്ല. ഞാൻ ഓൾറെഡി പൈസ കൊടുത്തു, ഞാൻ വാങ്ങിച്ചു. അപ്പൊ ബയ്യറാണ് ഞാൻ, പൊസഷൻ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്, ടൈറ്റിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഗുഡ്സ് എൻ്റെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, എന്റെ ഗുഡ്സ് എന്റെ കൈവശം എത്തുന്നതിന് മുമ്പ് എനിക്ക് കാറ് മറിച്ച് വെക്കാൻ പറ്റുമോ? മറിച്ച് വെക്കാം. ഞാനിത് ആദിലിന് മറിച്ച് വെച്ചു. അപ്പോ ഒറിജിനൽ ഓണർ പറയാനാണ് അവന്റെ കയ്യിൽ പൊസഷൻ കിട്ടിയിട്ട് പോലില്ല, പിന്നെ അങ്ങനെ വെക്കാൻ പറ്റുമോ? പൊസഷൻ അല്ല, പ്രോപ്പർട്ടി ഗുഡ്സ് ആയിട്ട് തന്റെ കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നമ്മൾ വിറ്റാൽ അവിടെയും ബെറ്റർ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടും. ഇവിടെ എന്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടില്ല, അപ്പൊ കിട്ടാത്ത സാധനം ഞാൻ വിറ്റ് കഴിഞ്ഞാൽ ബെറ്റർ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടൂല എന്നാണല്ലോ ജനറൽ റൂള്. എന്റെ കൈവശം ഉള്ളതല്ലേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ കയ്യിൽ ആ പ്രോപ്പർട്ടി കയ്യിൽ വന്നിട്ടില്ല, അപ്പൊ ഞാൻ ട്രാൻസ്ഫർ ചെയ്താൽ ആ ഒരു ഇല്ലായ്മ തന്നെയല്ലേ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് എന്നൊരു സംശയം വരാം. ഇവിടെയും എക്സെപ്ഷൻ ഉണ്ട്. ഒരാൾക്ക് പൊസഷൻ മാത്രം കിട്ടി, പ്രോപ്പർട്ടി കയ്യിൽ കിട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്കും എന്ത് ചെയ്യാം, ആ ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ വാങ്ങുന്ന ബയ്യറിന് ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ കിട്ടും. ഇതാണ് സെക്ഷൻ 30 ക്ലോസ് 2 പറയുന്നത്. കൺസിഡർ, നിങ്ങൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, എ ബയ്യർ ഹു ഒബ്റ്റെയിൻസ് പൊസഷൻ ഓഫ് ദി ഗുഡ്സ് ബിഫോർ ദി പ്രോപ്പർട്ടി ഇൻ ദം ഇസ് പാസ് ടു ഹിം. ഒരു ബയ്യർ എന്ത് ചെയ്യാനാണ്, തന്റെ കൈവശം പൊസഷനിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി, തന്റെ കൈവശം ആ പ്രോപ്പർട്ടി കൈവശം എത്തുന്നതിന് മുന്നേ തന്നെ അത് വിൽക്കുകയാണ് എന്ന് വിചാരിക്കുക. വിത്ത് ദി പെർമിഷൻ ഓഫ് ദി സെല്ലർ ഹി മേ സെൽ. എങ്കിൽ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് സെല് ചെയ്യാം, പ്ലെഡ്ജ് ചെയ്യാം, ഡിസ്പോസ് ഓഫ് ദി ഗുഡ്സ് ടു അനദർ പേഴ്സൺ. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യാം, ആ സാധനം വിൽക്കാം, ജാമ്യ വസ്തുവായി കൊടുക്കാം, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. മറ്റൊരാൾ കൊടുക്കുകയോ വാങ്ങുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. If the second buyer obtains delivery of the goods in good faith and without notice of the lien or any other right of the original seller, ഇത് വാങ്ങുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഇതൊന്നും അറിയാതെ ഗുഡ് ഫെയ്ത്തിലാണ് വാങ്ങുന്ന ആൾ വാങ്ങുന്നതെങ്കിൽ he gets a good title to them. ആ വാങ്ങുന്ന ആൾക്ക് ഗുഡ് ആയിട്ടുള്ള ടൈറ്റിൽ കിട്ടും. ഈവൻ ദോ ഒറിജിനൽ വിറ്റ ആൾക്ക് ആ പ്രോപ്പർട്ടി തന്റെ കൈവശം ഇല്ല എങ്കിൽ പോലും പൊസഷനിലുള്ളതാണെങ്കിൽ
എന്താണ് ആ ഒരു വാങ്ങുന്ന ആൾക്ക് ഇതിന്റെ സാധനം കിട്ടും. ഉദാഹരണത്തിന് വേറൊരു ഉദാഹരണം കൂടി പറയാം. ഞാൻ ഒരു ജാമ്യവസ്തുവായിട്ടാണ് എന്റെ ഒരു കാർ ഞാൻ ജാമ്യവസ്തുവായിട്ട് അഭിഷേകിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുവാണ്. അപ്പൊ പൊസഷൻ എന്റെ കയ്യിലാണ്, ഓണർ ഞാൻ തന്നെയാണല്ലോ. ജാമ്യവസ്തുവായിട്ട് ഞാൻ അഭിഷേകിന്റെ കയ്യിൽ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കാർ വിറ്റ വാങ്ങുന്ന ആൾക്ക് ഈ കാറിന്റെ ഇത് അറിഞ്ഞിട്ടില്ല, ഞാൻ അഭിഷേകിന്റെ കയ്യിൽ ലീനായിട്ട് കൊടുത്തേക്കുവാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാങ്ങുന്ന ആൾക്ക് ആ ഓണർഷിപ്പ് കിട്ടൂല. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് വാങ്ങുന്നതെങ്കിൽ എന്റെ കയ്യിൽ പൊസഷൻ ഉള്ളതാണല്ലോ, അപ്പൊ അയാൾക്ക് ആ പൊസഷൻ കൈമാറപ്പെടും. പക്ഷെ പ്രോപ്പർട്ടി എന്റെ കയ്യിലില്ല, ഞാൻ ഓൾറെഡി ജാമ്യത്തിന് കൊടുത്തേക്കണേണ്. എങ്കിൽ പോലും പൊസഷൻ എന്റെ കയ്യിലായിരിക്കെ എന്റെ കയ്യിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, വാങ്ങുന്ന ആൾക്ക് ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ കിട്ടും. ഇവിടെയും ആ ഒരു ടൈറ്റിൽ കിട്ടൂലായ്മ എന്ന സംഭവം ട്രാൻസ്ഫർ ചെയ്യപ്പെടൂല. ഒറിജിനലി നോക്കുമ്പോൾ എന്റെ കയ്യിൽ പ്രോപ്പർട്ടി ഇല്ലാത്തതുകൊണ്ട് ടൈറ്റിൽ കിട്ടാൻ പാടില്ല എന്നതാണ് ജനറൽ റൂള്. പക്ഷെ ഇവിടെയും എക്സെപ്ഷൻ ആണ്. ഇവിടെയും പൊസഷൻ എന്റെ കയ്യിലുണ്ട്, പക്ഷെ പ്രോപ്പർട്ടി എന്റെ കയ്യിൽ ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ ജാമ്യവസ്തുവായി കൊടുത്തു. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ഇത് വേറൊരാൾക്ക് വിറ്റാൽ വാങ്ങുന്ന ആള് ഇതൊന്നും അറിയാതെ ഗുഡ് ഫെയ്ത്തിലാണ് വാങ്ങുന്നതെങ്കിൽ അയാൾക്കും ടൈറ്റിൽ കിട്ടും എന്നതാണ് ഇവിടെ പറയുന്നത്. ഇതാണ് അഞ്ചാമത്തെ എക്സെപ്ഷൻ ആയിട്ട് നമ്മൾ നോക്കിയത്. അടുത്ത എക്സെപ്ഷൻ ആണ് സെയിൽ ബൈ ആൻ അൺപെയ്ഡ് സെല്ലർ. സെക്ഷൻ 54 ക്ലോസ് 3 സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിന്റെ സെക്ഷൻ 54 ക്ലോസ് 3യിലാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു സാധനം ഒരാൾ വിറ്റു, പക്ഷെ അയാൾക്ക് കാശ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് ഇരിക്കുന്നത്, കേരളത്തിൽ നിന്ന് ബാദുഷ വിളിച്ചു പറഞ്ഞ്, എടാ ആ കാറൊന്ന് കയറ്റിയേക്ക്, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പൈസ തരാം, ആ കാറൊന്ന് മോഡിഫൈ ചെയ്തിട്ട് 2 ആഴ്ചക്കുള്ളിൽ ഒന്ന് കയറ്റി അയക്കിട്ടാന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ പൈസ തരാന്ന് പറഞ്ഞു. കോൺട്രാക്ട് അവിടെ ആയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവൻ എനിക്ക് പൈസ തന്നില്ല. ഞാൻ കാറൊക്കെ മോഡിഫൈ ചെയ്തെല്ലാം വെച്ചേക്കുവാണ്, ഞാൻ കയറ്റി അയച്ചിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടും പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ കൃത്യമായ സമയം എത്തിയിട്ടും പൈസ കിട്ടാത്ത സെല്ലറിനെയാണ് അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഈ സെല്ലറിന് എന്ത് ചെയ്യാം, ഓൾറെഡി വിറ്റ സാധനമാണ് കാർ, പൈസ തരാത്തത് കൊണ്ട് ഈ സെല്ലറിന് എന്ത് ചെയ്യാം, ഇത് മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കാം, കുഴപ്പമില്ല. അപ്പൊ ആ കാർ എനിക്ക് വേറൊരാൾക്ക് വിൽക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. ഒറിജിനലി നോക്കുമ്പോൾ വാങ്ങുന്ന ആള് ഓൾറെഡി ഇത് വിറ്റ സാധനമാണല്ലോ, പിന്നെ എന്റെ കയ്യിൽ കിട്ടിയാൽ ബെറ്റർ റേറ്റ് കിട്ടൂലല്ലോ എന്നൊരു സംശയം തോന്നാം. ഇതും എക്സെപ്ഷന്റെ അണ്ടറിൽ വരും. സെല്ലർ ആയിട്ടുള്ള ഒരാൾ അൺപെയ്ഡ് ആണ്, കൃത്യമായ സമയം എത്തിയിട്ടും പൈസ കിട്ടാത്ത ഒരു സെല്ലർ ആണെങ്കിൽ ആ സെല്ലറിന് എന്ത് ചെയ്യാം, തന്റെ കൈവശമുള്ള ആ പ്രോപ്പർട്ടി അത് മറ്റൊരാൾക്ക് മറിച്ച് വിൽക്കാം. അതും ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ തന്നെയായിരിക്കും അവിടെയും ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ഇഫ് ആൻ അൺപെയ്ഡ് സെല്ലർ എക്സസൈസസ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ ഓർ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് സെൽസ് ദി ഗുഡ്സ് ടു അനദർ ബയ്യർ. സെല്ലർ പൈസ കിട്ടാത്തത് കൊണ്ട് അയച്ച ഗുഡ്സ് എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അത് വേറൊരാൾക്ക് മറിച്ച് വിറ്റാൽ ദെൻ ദി സെക്കൻഡ് ബയ്യർ ഗെറ്റ്സ് എ ഗുഡ് ടൈറ്റിൽ. രണ്ടാമത് വാങ്ങുന്ന ബയ്യറിന് ഗുഡ് ടൈറ്റിൽ തന്നെ കിട്ടും. ഒറിജിനലി വിറ്റതാണല്ലോ എന്ന് പറഞ്ഞ് ടൈറ്റിൽ കിട്ടാതിരിക്കൂല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവില്ല. അൺപെയ്ഡ് ആയതുകൊണ്ട് ആ സെല്ലറിന് റൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ബെറ്റർ ആയിട്ടുള്ള ടൈറ്റിൽ കിട്ടും എന്നുള്ള കാര്യം പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ എന്ന ടോപ്പിക്കിൽ ആ മാക്സിമം ആ ഒരു സെക്ഷൻസ് അതിന്റെ എക്സെപ്ഷൻസ് വെച്ച് മെൻഷൻ ചെയ്ത് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് മെൻഷൻ ചെയ്യുക. ഇതിൽ നിന്ന് പല രീതിയിലും നമുക്കിനി അൺപെയ്ഡ് സെല്ലർ ആരാണ് എന്നൊരു ഡിസ്കഷൻ കൂടി ഉണ്ട്, അതും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോയിലായിട്ട്. അൺപെയ്ഡ് സെല്ലർ അതും എസ് ക്വസ്റ്റ്യൻ ആസ്പെക്റ്റിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അൺപെയ്ഡ് സെല്ലർ ആരാണ്, റൈറ്റ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു മാക്സിമം ക്വസ്റ്റ്യനും ഷോർട്ട് ആയിട്ടും ചോദിക്കാറുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് പല രീതിയിലും പ്രോബ്ലം ക്വസ്റ്റ്യൻ വരാം. ഒരു അൺപെയ്ഡ് സെല്ലറിന്റെ തന്നെ എ പേഴ്സൺ ഹാസ് സോൾഡ് ഹിസ് പ്രോപ്പർട്ടി ടു ബി while the B has not paid the amount due to him after the due date. If the seller എന്ത് ചെയ്യുകയാണ്, സെൽസ് ദി സെയിം ഗുഡ് ടു അനദർ പേഴ്സൺ, ദെൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരും. എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഡിസൈഡ് ചെയ്യാൻ പറയും. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഡിസൈഡ് ചെയ്തൂടെ. അൺപെയ്ഡ് സെല്ലർ ആണെങ്കിൽ അവിടെ എക്സെപ്ഷൻ ഉണ്ട്, അവിടെ ഈ ട്രാൻസ്ഫർ ഓഫ് ടൈറ്റിൽ ആ ടോപ്പിക് ടൈറ്റിൽ ഇല്ലായ്മ ട്രാൻസ്ഫർ ചെയ്യപ്പെടും എന്നത്, ബെറ്റർ ടൈറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല എന്ന റൂള് ഇവിടെ ആപ്ലിക്കബിൾ അല്ല, അൺപെയ്ഡ് സെല്ലറിൽ ആപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ സെയിൽ ബൈ ബയ്യർ ഒബ്റ്റൈനിങ് പൊസഷൻ ബിഫോർ ദി പ്രോപ്പർട്ടി ഇൻ ദി ഗുഡ്സ് ഹാസ് വെസ്റ്റഡ് ഹിം എന്ന് പറഞ്ഞ സെക്ഷനിൽ ആപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ സെയിൽ ബൈ എ പേഴ്സൺ ഹു ഹാസ് ഓൾറെഡി സോൾഡ് ദി ഗുഡ്സ് ബട്ട് കണ്ടിന്യൂസ് ടു ഹാവ് പൊസഷൻ എന്നതിൽ ആപ്ലിക്കബിൾ അല്ല. പിന്നെ സെയിൽ ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ ഓഫ് ഗുഡ്സ് അണ്ടർ അവോയ്ഡബിൾ കോൺട്രാക്ട് അവിടെയും ആപ്ലിക്കബിൾ അല്ല. അടുത്തത് സെയിൽ ബൈ വൺ ഓഫ് ദി ജോയിന്റ് ഓണേഴ്സ് അവിടെയും ആപ്ലിക്കബിൾ അല്ല. സെയിൽ ബൈ മെർക്കന്റൈൽ ഏജന്റ് ഇവിടെയും ആപ്ലിക്കബിൾ അല്ല എന്ന കാര്യം വെച്ച് മെൻഷൻ ചെയ്യുക. മാക്സിമം എഴുതുക, അർത്ഥം എഴുതുക, സെക്ഷൻസ് മെൻഷൻ ചെയ്യുക, നല്ല രീതിയിൽ ഇലാബറേറ്റ് ചെയ്ത് കണ്ടന്റ് എന്ത് ചെയ്യുക, നല്ല രീതിയിൽ വിശദീകരിച്ച് എഴുതിയാൽ
നല്ല ഒരു ശതമാനം മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏരിയ ആണ്. സോ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നാളെ എക്സാമിന് വരുമ്പോൾ എഴുതാതെ പോകരുത്. എത്രയും നന്നായിട്ട് എഴുതി മാർക്ക് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കാം, അല്ലെങ്കിൽ എന്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അതിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്ത നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. താഴെ തന്നെ അതിന്റെ വീഡിയോ ഉണ്ടാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.